നല്ല വെയിലുള്ള ടൈമിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ റിഫ്ലക്ഷൻ ഫ്രണ്ട് വിൻഷീൽഡിൽ കൂടെ കാണുന്നതും സൈഡ് വിൻഡോസിൽ നിന്നും ഫ്രണ്ട് വിൻഷീൽഡിൽ നിന്നൊക്കെ ഉള്ള ഒരുപാടുള്ള അനാവശ്യമായിട്ടുള്ള ഗ്ലെയർസും. ഇതിനൊരു സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് പോളറൈസ്ഡ് സൺഗ്ലാസസ് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈവ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഇത് ഉപയോഗിച്ചിരിക്കുക, കാരണം നിങ്ങളുടെ ഡ്രൈവിംഗ് അത്രത്തോളം കംഫർട്ടബിൾ ആകും. കംപ്ലീറ്റ് ഗ്ലെയർ കട്ട് ചെയ്ത് ഓരോ ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. സ്പെക്സ് വെച്ച് നോക്കുമ്പോഴും അല്ലാതെ നോക്കുമ്പോഴുള്ള വ്യത്യാസം. ആൻറ്റി ഗ്ലെയർ ഫിലിംസ് യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇതിനും ഒരു ടോളറൻസ് ലെവലുണ്ട്. ഇപ്പോൾ പോളറൈസ്ഡ് ഫിലിംസും ഇറങ്ങിയെന്ന് പറയുന്നത് കേട്ടു. ഈ ഫിലിമുകൾ ചെയ്യുന്നതിന് അപ്രോക്സിമേറ്റ് 10K എബോവ് ആവും. നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം ഇത് ഒട്ടിക്കാമെന്ന് പറഞ്ഞു, പിന്നെ ഒട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇതൊക്കെ ചെയ്യുക. റോഡിലൂടെ ഏത് വാഹനം ഉപയോഗിക്കുന്നവരും പോളറൈസ്ഡ് സൺഗ്ലാസുകൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ പവർ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മേടിക്കുന്ന ടൈമിൽ ഈ പോളറൈസിൽ ഇത് ആഡ് ഓൺ ചെയ്താൽ മതി. നിങ്ങൾ സൺഗ്ലാസ് യൂസ് ചെയ്തില്ലെങ്കിൽ ശരി, ഈ ലോക്കലായിട്ട് 100-നും 200-നൊക്കെ കിട്ടുന്ന ഗ്ലാസ്സുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ലെൻസ് കറക്ഷൻ ഇല്ലാത്ത കമ്പനികൾ റിജക്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാം. കാലക്രമേണ കണ്ണിന് ഓരോ ഇഷ്യൂസുകളുണ്ടാകും. അറൗണ്ട് ഒരു 600 റുപ്പീസിനൊക്കെ ലെൻസ് കാർട്ടും അല്ലാതുള്ള ഷോപ്പുകളിലൊക്കെ പോളറൈസ്ഡ് ലെൻസ് ഗ്ലാസുകൾ അവൈലബിൾ ആണ്. മാക്സിമം അങ്ങനെയുള്ള സൺഗ്ലാസുകൾ മാത്രം യൂസ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുക.